സാർ അന്യായമായ തടങ്കൽ വെച്ച ഡ്രൈവറെ മോചിപ്പിക്കുക, അവസാനിപ്പിക്കുക, സിറ്റി കമ്മീഷണർ നീതി പാലിക്കുക, സിറ്റി കമ്മീഷണർ നീതി പാലിക്കുക, പോലീസിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. അലമ്പായല്ലോ സാറ്. ഡ്രൈവേഴ്സ് യൂണിയനാ, ഇവനെ പുറത്തു വിടണം. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ സാറിന്റെ അളിയന്റെ യൂണിയനാ. ആ കൊച്ചിനും വന്നിട്ടുണ്ട്. വേണ്ട, അവൻ അറിയണ്ട. പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. സിറ്റി കമ്മീഷണർ നീതി പാലിക്കുക, പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. ആ ഡ്രൈവറെ അങ്ങ് വിട്ട് തന്നേക്കും. എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്, നാട്ടിക്കരുത്. ഇത് പാർട്ടി ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷനാണ്. അളിയ, അളിയനും പെങ്ങളും ഒക്കെ വീട്ടില്. കസ്റ്റഡിയിലെടുത്ത പ്രതി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഡ്രൈവേഴ്സ് യൂണിയൻ അല്ല. അതിനൊക്കെ നിയമങ്ങളുണ്ട്. നിയമം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. വക്കീലിനെ കൊണ്ട് തന്നെ വന്നേക്കുന്നത്. സാധ്യമല്ലെന്നല്ലേ പറഞ്ഞത്? പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വേണേ നിങ്ങൾക്ക് അവിടുന്ന് ജാമ്യം എടുക്കാം. നിങ്ങളിപ്പോ പോണം. പോലീസ് ഗുണ്ടായുസം അവസാനിപ്പിക്കുക. സാർ, ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത്. സാർ ചെയ്തത് ശരിയായില്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ ശവം എടുത്ത് അവന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണോ? സാറൊന്ന് പതുക്കെ. പ്രതി മരിച്ച വിവരം ഇവിടുത്തെ പോലീസുകാർ പോലും അറിഞ്ഞിട്ടില്ല. അവരറിയാനും പാടില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ല സാർ. ആ രാജുമോനെ അകത്ത് വിളിച്ച് നമുക്കുള്ള വിവരം പറയാം. സാറിന് ഒരു കയ്യബദ്ധം പറ്റിയതാണേലും ജനങ്ങൾ അറിഞ്ഞു വരുമ്പോ സംഗതി കൊലപാതകമാണ്. ഇവന്മാർ ഈ ബഹളം തുടർന്ന ഇവിടെ ആള് കൂടും, കുറെ പത്രക്കാർ വരും. പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല സാർ. അവനെ വിളിക്കും.